എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ത്രിപുരയിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലെ ഷില്ലോങ്ങിനടുത്താണ്. അപ്പോൾ ആദ്യത്തെ ലോഡൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കുറേ മലകളൊക്കെ കയറിയത് ഷില്ലോങ്ങിലെത്തി. വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മലയൊക്കെ കയറി മുകളിലെത്തിയതാണ്. പിന്നെ കുറച്ച് നേരം വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ രാവിലെ നമുക്കൊരു കടിഞ്ചായൊക്കെ വെച്ച് കുടിക്കാം, അല്ല കടുങ്കാപ്പി. നമ്മൾ ലോഡ് ഇറക്കിയ ബംഗ്ലാദേശ് ബോർഡറിൽ തണുപ്പൊന്നുമില്ലായിരുന്നു, നല്ല ആവിയും ചൂടുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഇവിടെ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. പതിവില്ലാതെ നമുക്ക് രാവിലെ കടുങ്കാപ്പിയാണോ കടിഞ്ചായാണോ വെച്ച് തരുന്നത്? കടുങ്കാപ്പിയല്ലേ? കടുങ്കാപ്പി വെച്ചോ മതി. ഞാൻ അതിന്റെ പ്രവർത്തനം പഠിച്ചുകൊണ്ടിരിക്കും. ഇത്രയും നാളായിട്ട് അതിൻ്റെ പ്രവർത്തനം പഠിച്ചില്ലെന്ന്. അല്ലേ, പഴയ സ്റ്റൗ ഇതുമായിട്ട് വ്യത്യാസമുണ്ട്? വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മളെ കുറച്ച് നാളായല്ലേ അടയൊക്കെ കഴിച്ചിട്ട്. ഇന്ന് നമുക്ക് അട കഴിക്കാം. ഗോതമ്പിനകത്ത് നല്ല തേങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി നല്ല നൈസായിട്ട്. തേങ്ങ തിന്നാനല്ല പറഞ്ഞത്, ചിരണ്ടിത്തരാനാണ് പറഞ്ഞത്. കടുങ്കാപ്പി വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം കടുങ്കാപ്പി വെക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വെള്ളം എടുത്ത് വെക്കും, എന്നിട്ട് പറയും പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ചേച്ചിട്ടേക്കാണ്. ഏതോ മന്ത്രിമാരോ വലിയ ആരോ വന്നു, മന്ത്രിമാരല്ല, ആർമിയുടെ ആരോ ഉദ്യോഗസ്ഥന്മാരോ വന്നു. കടുങ്കാപ്പി വേഗം കുടിച്ചു, അല്ലെങ്കിൽ തണുത്തു പോകും. നല്ല തണുപ്പായതുകൊണ്ട്, തണുപ്പും കാറ്റും ഉണ്ട്. തണുപ്പത്ത് കടുങ്കാപ്പി കുടിക്കുമ്പോൾ ഒരു സുഖം. അതെ. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് കുറേ മലകളും കൂടെ കയറാനില്ലേ? മലകൾ ഒരുപാടുണ്ട്. എപ്പോൾ എത്തും, എങ്ങനെ എത്തും, വഴി എങ്ങനെ ഉണ്ട് എന്ന് ഒരു പിടിയില്ല. അതെ, ഞാനൊരു വണ്ടിക്കാരോട് ചോദിക്കണം. അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥ എന്നാ വ്യത്യാസം അല്ലേ? ആ ബോർഡറിലെ കാലാവസ്ഥ അവിടെ എന്നാ അന്നേരം എത്രയും താഴെയല്ലേ, സമുദ്രനിരപ്പിന് വലിയ ദൂരം. നമ്മുടെ കുട്ടനാട് പോലൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ. ഇതേ ഈ അടയാണ് ഉണ്ടാക്കുന്നത്. അതെ, അട ചുട്ട് ആവുന്ന അനുസരിച്ച് ഓരോരുത്തർ കഴിച്ചോണ്ടിരിക്കാം. നല്ല കാറ്റാ, തണുപ്പുണ്ട്. ചൂടോടെ കഴിച്ചോ. അല്ല പിന്നെ തണുത്തു പോകും. നമ്മളിതിന് അടയെന്നാ പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലത്ത് വേറെയൊക്കെയാ പറയുന്നത്. ഞാൻ ആ പേരും മറന്നുപോയി. അതിപ്പോ ഒരു 10-20 കിലോമീറ്റർ അകലത്തിൽ പോലും ഭാഷ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇച്ചിരി കട്ടി കൂടിയ കുഴപ്പമുണ്ടോ? വലിയ കട്ടി വേണ്ട. ഈ അടയും പഴവും കൂടെ തിന്നാൻ നല്ല. നമ്മളെ മേടിച്ച് വെച്ച പാളയംകോടൻ പഴം ഇല്ലേ? പഴം ഇതേ പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് കുറച്ചെടുത്ത് വെച്ച്, കുറച്ചുകൂടെ അതിനകത്ത് ഇരിപ്പുണ്ട്. പാളയംകോടൻ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് പോവും. ചൂടോടെ കഴിച്ചോ. അതിന് ചൂടുള്ള ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നല്ലോ. ഇതായില്ല, ഇതാവണ്ടേ. കടുങ്കാപ്പി ഇനിയും ചൂട് വേണമെങ്കിൽ ഇനിയും തിളപ്പിക്കണം കേട്ടോ, അല്ലെ ഇത് ചൂടാക്കണം. ഇതിനകത്ത് തേങ്ങായും പഞ്ചസാരയും അകത്ത് വെച്ച് മടക്കല്ലായിരുന്നു. അങ്ങനെയൊക്കെ വെക്കണേ ഇച്ചിരി കൂടെ താമസം എടുക്കും. ഒരു പഴം കൊടുത്താ. പഴം ഉള്ളതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ച്. ചെറിയൊരു കുഴപ്പമുണ്ട്, ഉപ്പുണ്ട്. ഉപ്പ് തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കാണും ചിലപ്പോൾ. കണക്കിന് ഉപ്പൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെങ്കിൽ ഇച്ചിരി എളുപ്പമാണ്. അന്നേരം ചിലപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ കുറഞ്ഞെന്നിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് നേരെ ത്രിപുരയ്ക്ക് പോവാം. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ കേരളത്തിൽ നിന്നും ത്രിപുരയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ഇനി ഒരുപാട് കുന്നുകളൊക്കെ കയറി വേണം നമുക്ക് ത്രിപുരയിലെത്താൻ. കയറി ഇറങ്ങിയൊക്കെ ആയിട്ട്. അതെ. ജോവായി നേരെ നമുക്ക് ജോവായി ചെന്നിട്ടാണ് നമുക്ക് പോകണ്ടേ. ദൂരദർശൻ ഷില്ലോങ് 1.25 കിലോമീറ്റർ. ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണ്, വലിയ പള്ളിയാണ്. ലൈറ്റ് കോർ ഷില്ലോങ് എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് റൈറ്റിലേക്കാണ് ഷില്ലോങ് പീക്ക് പോകുന്നത്. ഈ മേഘാലയയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഷില്ലോങ് പീക്ക്. ഇപ്പം നമ്മൾ ഷില്ലോങ് ടൗൺ കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ പകൽ നമുക്ക് ലോറി ഷില്ലോങ്ങിൽ കൂടെ വരാൻ പറ്റില്ല. നോ എൻട്രിയാണ്, രാത്രിക്കേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെ ആ ഭാഗം ഇങ്ങനെ ഓടിയെടുത്തു. ബ്രിട്ടീഷുകാർ ഷില്ലോങ്ങിനെ വിളിച്ചിരുന്നത് കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നാണ്. ശരിക്കും ഇത് സ്കോട്ട്ലൻഡ് പോലെ നല്ല തണുപ്പും നല്ല കാലാവസ്ഥ അല്ലേ? എപ്പോഴും തണുപ്പാണ് ഇവിടെ. നല്ല ഭൂപ്രകൃതിയും ഹിൽസാണ് മൊത്തം. നോർത്ത് ഈസ്റ്റ് എല്ലാം ഭയങ്കര രസമാണ് കാണാൻ, മൊത്തം ഹിൽസ് ഏരിയയാണ്. ജോവായ് സിൽച്ചാറൊക്കെ നേരെ. പോംല കരൈ റൈറ്റിലേക്ക്. സൈഗ് ബിലാറ്റ് ഈ സ്ഥലപ്പേരാ. മേഘാലയയിലെ ഖാസി ഹിൽസിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷില്ലോങ് ഒക്കെ ഖാസി ഹിൽസിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മുടെ ഈ യാത്രയിലെ 11ാമത്തെ സംസ്ഥാനമായ മേഘാലയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പോന്നിട്ട് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാമൊക്കെ പിന്നീട് നമ്മൾ മേഘാലയയിലെത്തി. സിൽച്ചാർ 204 കിലോമീറ്റർ, ജവായ് 55 കിലോമീറ്റർ. അപ്പോൾ നമ്മളൊരു മല കയറി വന്ന് അടുത്ത മല ഇറങ്ങുകയാണ്. ആ മല തന്നെ ഇറങ്ങുന്നത്, വേറെ മലയല്ല ഇറങ്ങുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേ കുറേ കൃഷികളൊക്കെ കാണാൻ തുടങ്ങി. ഉംബിർനായി വില്ലേജിൻ്റെയൊക്കെ പേരുകളൊക്കെ രസമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും സ്ഥലപ്പേര് എഴുതി വെച്ചിട്ടുണ്ട് ആ വില്ലേജ് ഏതാന്ന്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് വരുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഏതാ സ്ഥലം എന്നുള്ളത്. അടുത്തടുത്താ വില്ലേജുകളെല്ലാം. ആ, കടയൊക്കെ തുറന്നു വരുന്നുള്ളൂ കേട്ടോ. ആണോ, ഇവിടെ എല്ലാം ഒരുപാട് കൃഷികളുണ്ട്. കാബേജും ഉരുളക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. എല്ലാ മലഞ്ചെരിവുകളിൽ കൂടെയും കൃഷിയുണ്ട്. നമ്മളിപ്പോൾ ഊട്ടിയും കൊടൈക്കനാലൊക്കെ ചെല്ലുമ്പോഴേ അവിടെയുള്ള കൃഷികൾ മിക്കവാറും ഇത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ലംലിയറോ സ്ഥലപ്പേര് വായിക്കാനാച്ചു പാട്. അപ്പോൾ ഇവിടെ എല്ലാം കോളിഫ്ലവർ കൃഷി ചെയ്തിരുന്ന, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടേക്കുക. ഗ്ലാസ് തുറന്നു വെച്ചാലേ നല്ല തണുത്ത കാറ്റായി ഇങ്ങ് അടിക്കുന്നത്. AC ഇടേണ്ട കാര്യമില്ല, നല്ല ഫ്രഷ് എയർ ഒക്കെ അടിക്കാൻ പോകും. അതെ അതെ, ശുദ്ധവായു. മാവ്ലിംഗ്ലോ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പോയതല്ലേ. NH6 ജവായ് 49 കിലോമീറ്റർ. ഇവിടെ താമസിച്ചാ കടകളൊക്കെ തുറക്കുന്നല്ലേ. നേരം വെളുക്കുന്ന നേരത്തെ ആണേലും കടകളെല്ലാം താമസിച്ചാ തുറക്കുന്നത്. കണ്ടോ, 9 മണി കഴിഞ്ഞ സമയം, കടകളൊന്നും തുറന്നിട്ടില്ല. പൊങ്ങണിപ്പൂവൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തിരിക്കുന്നത് അത് ശരിയാ, ഒരു പൂ അടുത്തിരിപ്പുണ്ടല്ലോ കൊങ്ങിണിപ്പൂ. അല്ലേലും മുറ്റത്തെ മുല്ലേക്ക് മണമില്ലല്ലോ. നമ്മൾ അവിടെയൊക്കെ കാണുന്ന എല്ലാ, അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്ന എല്ലാ ചെടികളും സസ്യങ്ങളും ഇവിടെയുണ്ട്. അവിടുന്ന് മലയൊക്കെ കയറി വന്നിട്ട് പിന്നെ വേറൊരു മല ഇറങ്ങുക. നമ്മളിപ്പോൾ നല്ല ഇറക്കോ താഴേക്ക്, കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിൽ കൂടെ നിൽക്കുന്നതെല്ലാം ദേവദാരു വൃക്ഷങ്ങളാണ്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. നല്ല രസമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതേ കോളിഫ്ലവർ കൃഷിയുണ്ട്. കോളിഫ്ലവർ വലിയ കൃഷി സ്ഥലങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് മൊത്തം. നല്ല അടിപൊളി റൂട്ടല്ലേ. അതെ അതെ. ക്യാമറാമാൻ പാടുമല്ലോ. ഞാൻ പാടുന്നത് നീ കേട്ടിട്ടില്ലല്ലോ. പാടിയല്ലേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേടാ. മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. അതെ. ഈ NH6 എന്നുള്ളത് പഴയ നമ്പർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ നമ്പർ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഈ NH6 ആസാമിലെ ജോറാബട്ടിൽ നിന്ന് തുടങ്ങി മിസോറാമിലെ സ്വക്കാവത്താറിൽ അവസാനിക്കുന്ന ഒരു ഹൈവേ ആണ്. ഇത്തവണ നമ്മൾ മേഘാലയ വന്നിട്ട് ഗാരോ ഹിൽസിലും കയറി, ഖാസി ഹിൽസിലും കയറി. ഇനിയിപ്പം നമ്മൾ ജയന്തിയ ഹിൽസിലേക്കായിരിക്കും ചെല്ലുന്നത്. മേഘാലയയുടെ ഒരുവിധം കുറേ ഏരിയകളിലെല്ലാം കവർ ചെയ്തു. ആ, മേഘാലയയിൽ കൂടി ഇത്രയും ദൂരം ഓടുന്നത് ആദ്യമാണ്. ആ അതെ അതെ, 66 ഓടുന്നത്. അതെ. ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടോ ഇവിടുത്തെ. ഇവരെല്ലാം ഫുട്ബോൾ പ്രേമികളാണ്. അത് ഗേൾസും അതെ, ബോയ്സും അതെ, എല്ലാവരും അതെ. ഫുട്ബോൾ കളിക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് ഇഷ്ടംപോലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളുണ്ട്. ഈ നീലപ്പൂക്കളുണ്ട് ഈ മരത്തെ കൂടെ എല്ലാം കയറി കിടക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ്. ഇത് ഇടുക്കിയിലും ഉള്ളതല്ലേ? ആ, അവിടെ ഉണ്ട്. ഈ മറ്റേ ഇത് ഊട്ടിയിലുണ്ട്, കൊടൈക്കനാലുണ്ട്. ശംഖുപുഷ്പം പോലെ അല്ലേ? ശരിക്കും ശംഖുപുഷ്പം അല്ല, ശംഖുപുഷ്പം കുഞ്ഞു പൂവല്ലേ, ഇത് വലിയ പൂവാ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയ പോലെ തന്നെ കുറേ സമയം എടുക്കും ഓടിയെത്താൻ. ഇത് പിന്നെ നല്ല അടിപൊളി വഴിയാ. ആ, വഴി നല്ല വഴിയാ. ഇതുണ്ടോ സൈക്കിളുകാരെ വരുന്നുണ്ടോ? ആഹാ, പറന്നാ പോകുന്നവര്. ഒരു മരുന്നും അടിക്കാത്ത പച്ചക്കറികളാണ് ഇവിടുത്തെ എല്ലാ കൃഷികളും. നല്ലൊരു തക്കാളിത്തോട്ടം. താഴേക്ക് നോക്കിക്കേ, ഇതേ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. ഇവിടെ വന്നാൽ ഒരുപാട് മലനിരകൾ കാണാം. ഇതിങ്ങനെ ത്രിപുര വരെ നല്ല അടിപൊളി വഴിയായിരുന്നേ കൊള്ളായിരുന്നു. പക്ഷേ അങ്ങനെ അല്ല. കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇറങ്ങണമെന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കൃഷികളല്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. വ്യത്യസ്തമായ കൃഷികളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇത് നല്ലൊരു ഇറക്കം വന്നു. ആ, അത് തന്നെയാ. ഒരു കയറ്റം കയറുക, ഇറങ്ങുക, അടുത്ത കയറ്റം കയറുക, ഇറങ്ങുക, ഇത് തന്നെ പണി. നോക്കിയാൽ അങ്ങ് അകലെ എന്ത് മലനിരകൾ കാണാൻ നോക്കി. നല്ലൊരു ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
മഴയൊക്കെ പെയ്ത് എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പും പ്രകൃതി സൗന്ദര്യവും. നമ്മൾ വലിയൊരു മലയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങിയിട്ട് അടുത്ത മല കയറണമായിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളെയൊക്കെ കാണുന്നുണ്ട്. ആ അതെ അതെ, കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇപ്പം വഴിയിൽ. മേഘാലയ കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഇപ്പോഴാണ്. ഈ സമയം മഴക്കാലം കഴിയാറായി, കഴിഞ്ഞു എന്ന് പറയാം. അതെ, എങ്കിലും മഴയുടെ ഇപ്പോഴും പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ല പച്ചപ്പല്ലേ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള വാട്ടർഫോൾസാണ്. അത് ഇച്ചിരി ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ വരിക നല്ലത്. പക്ഷെ അന്നേരം ചിലപ്പം മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടാവും. ഫീഫി വാട്ടർഫോൾസ്, നൊക്കാലിക്ക വാട്ടർഫോൾസ്, 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾസ്, പിന്നെ നമ്മൾ ഒരു വാട്ടർഫോൾസ് കൂടെ അന്ന് കാണാൻ പോയില്ലായിരുന്നോ? ഓ ഇത് പേര് മറന്നുപോയല്ലോ, ഓർക്കുന്നുണ്ടോ? ഓ ഞാൻ മറന്നുപോയി. ഓരോന്നോടെ നമ്മൾ കാണാൻ പോയായിരുന്നു. അതാ ആദ്യം കാണാൻ പോയത്. അല്ല, നൊക്കാലിക്ക ആദ്യം കാണാൻ പോയത്. പിന്നെ വാരിച്ചോരാ. വാരിച്ചോര. വാരിച്ചോരയ്ക്ക് ഒന്നുകൂടെ പോകാൻ തോന്നുന്നുണ്ട്. മേഘാലയയിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്തുമത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചർച്ചുകളുണ്ട്, പള്ളികളുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു യൂറോപ്യൻ സ്റ്റൈൽ ജീവിതം അല്ലേ? അതെ അതെ. ഇവരുടെ നോർമൽ ധരിക്കുന്ന ഡ്രസ്സിങ് ഒക്കെ അങ്ങനെ. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ രസമാണ് കാണാൻ. പിന്നെ അന്ന് നമ്മൾ പോയ ക്രാങ്സുരി വാട്ടർഫോൾസാണ്. അതിൻ്റെയാണോ പേര് മറന്നുപോയത്? അതിൻ്റെ ആ പേര് മറന്നുപോയത്. എനിക്ക് തോന്നുന്നു ഷില്ലോങ്ങിനടുത്തൊരു എലിഫൻറ്റ് വാട്ടർഫോൾസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പോയതല്ല. പോയില്ല. അന്ന് തന്നെ ആ സമയത്ത് അവിടെ വെള്ളം കുറവായിരുന്നു. എന്ത് സ്ഥലങ്ങളാണ് വെറുതെ കിടക്കുന്നത് അല്ലേ? അതെ അതെ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ വിളറൊക്കെ. വെറുതെ കിടക്കുന്നത് പറഞ്ഞാലേ മുഴുവൻ മലനിരകളാണ്. ഇന്ന് ഉച്ചയ്ക്കേ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ടോ? ചിക്കനെല്ലാം വെച്ച് കഴിക്കുക, അല്ല എന്നാ കഴിക്കുന്നേ? നോക്കി അതിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നേ. പുറയിലേ ഒരു സ്റ്റെപ്പ് പോലെ ഒരു സംഭവം പിടിപ്പിച്ചേക്കുക, അതേ കയറി നിരന്ന് നിൽക്കാമല്ലോ. പണ്ട് ജീപ്പിന് പുറകിൽ പോകുന്നവരല്ലേ, അതെ, കമ്പിളി പതച്ച അവര് കിടന്നുറങ്ങുന്നത് കേട്ടോ. തണുപ്പല്ലേ ഇവിടെ. അപ്പം വണ്ടിയുടെ മുകളിൽ കിടക്കുമ്പോൾ കാറ്റോട് അടിക്കുമ്പം നല്ല തണുപ്പായിരിക്കും. നല്ല വഴി. ഞാൻ വേണേ കുറച്ച് ഓടിക്കാം. ഓടിച്ചു. വളയ്ക്കാതിരിക്കുക. പോംലാഹിർ. ഈ മേഘാലയയിലുള്ളവരൊക്കെ ഭക്ഷണത്തിനകത്ത് അധികം മസാലകളൊന്നും ഉപയോഗിക്കില്ല, കറി വെക്കുന്നതിനകത്തൊന്നും. അവിടെ മഞ്ഞളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗാരോ ഹിൽസിലുള്ളവർ കുറച്ചൊക്കെ പിന്നെയും ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഖാസി ഹിൽസിലുള്ളവർ ഒട്ടും മസാലകൾ ചേർക്കില്ല. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ചോറുവാ. ഫുൾ ടൈം ചോറാണ് കഴിക്കുന്നത്. രാവിലെ ഇവരധികം ആഹാരമൊന്നും കഴിക്കത്തില്ല. പിന്നെ കൂടുതലും കഴിക്കുന്നത് പന്നിയിറച്ചി. ഒരുപാട് കറികളും വേണ്ട, ഏതായാലും ഒരു കറി മതി. ജോവായി ബൈപ്പാസ്, ഷില്ലോങ് ബൈപ്പാസ്. ഇത് ബൈപ്പാസ് നമുക്ക് ലെഫ്റ്റ് പോകണമായിരിക്കും. അവിടെ ജസ്റ്റ് ആ വണ്ടിക്കാരനോട് ചോദിച്ചാൽ. അപ്പം നമ്മളിത് ഈ കാണുന്ന ഷില്ലോങ് ബൈപ്പാസാണ്. നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരും. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയാൽ ഗുവാഹട്ടി, റൈറ്റിലേക്ക് പോയാൽ ജോവായി. അവിടെ ഗുവാഹട്ടിയിൽ നിന്ന് വരുന്ന വഴിയാണ് അത്. നല്ല കയറ്റമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് ജോവായി. പിന്നെ നമ്മൾ ഇതിലേ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ആ സാധനങ്ങൾ ഇറക്കണമായിരുന്നല്ലോ ഷില്ലോങ്ങിനപ്പുറേ. അതുകൊണ്ടാണ് ഈ വഴിക്ക് നമ്മൾ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഗുവാഹട്ടി വഴിയായിരുന്നു വരേണ്ടത്. നമ്മൾ കുറച്ച് ചുറ്റിയാണ് വന്നത്. നമ്മളെ ഗുവാഹട്ടിയിൽ നിന്ന് വരുമ്പോഴും ഒരു മല കയറിയല്ലേ ഇങ്ങോട്ട്? മല കയറിയാണ് വരുന്നത്. ഈ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഗുവാഹട്ടി റൂട്ടിൽ പോയാൽ മതി. ഷില്ലോങ്ങിന് പോകണ്ട. ഷില്ലോങ് ബൈപ്പാസ് അത്. സ്ഥലപ്പേരൊക്കെ വായിക്കണമെങ്കിൽ ഇച്ചിരി പാടാ. മൗറിങ്ഖാങ് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം ഇഷ്ടംപോലെ ലോറികൾ കാണാൻ തുടങ്ങിയില്ലേ? നമ്മൾ എവിടുന്നാ അസാമിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അധികം ലോറികൾ കണ്ടില്ലായിരുന്നു. ഇതെല്ലാം അകർത്തലേക്ക് പോകുന്ന അവിടുന്ന് വരുന്ന വണ്ടികളും ഒക്കെയാണ്. അതുകൊണ്ട് സവോളയിലോട്ട് ഇവിടെ കൊണ്ടുവന്ന് വേറെ വണ്ടിയിലേക്ക് പകർത്തുകയാണല്ലോ. ഈ സവോളയൊക്കെ ചിലപ്പോൾ ആസാമിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. അത് ഒരു വണ്ടിയുണ്ടോ, ഒരു ആന്ധ്ര വണ്ടിയുണ്ടോ ആക്സിഡൻ്റ് ആയിട്ട് മറിഞ്ഞിട്ട് നൂർത്തിട്ടേക്കുന്നു. ആസാമിൽ നിന്ന് വരുന്നില്ല, ചിലപ്പം അങ്ങൊന്നും വരുന്ന കാണും. നമ്മുടെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ വരുന്നതും കാണും. അവിടുന്ന് കാണും. പൂനെ, നാസിക്കിൽ നിന്നൊക്കെ. അല്ല, ആസാമിലും ഈ സവോള കൃഷി ഉണ്ട്. അത് ചിലപ്പോൾ മാറ്റി കയറ്റുന്നതെന്നു വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വണ്ടികളായിരിക്കില്ല, ത്രിപുരയ്ക്ക് പോകുന്ന വണ്ടി ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് മാറ്റി കയറ്റുന്നത്. ഇങ്ങോട്ട് കയറിയപ്പോഴേ വഴിയുടെ സ്വഭാവം ഇച്ചിരി മാറി. നമ്മൾ വീണ്ടും കുഴിയിലേക്ക് ഇറങ്ങി പോവല്ലേ? അതെ. ഈ കുഴിയൊക്കെ പിന്നെ ഇനിയും തിരിച്ചു കയറണം. കയറി വരുന്ന വണ്ടികളെല്ലാം കണ്ടോ, ഫസ്റ്റും സെക്കൻഡും തന്നെ കയറി വരുന്നത്. ത്രിപുര ചെന്നിട്ട് ഇറക്കിയിട്ടേ തിരിച്ച് എങ്ങോട്ടാ ലോഡ് വേണ്ടേ? തിരിച്ച് നമുക്ക്
മിസോറാമിന് പോയാലോ? മിസോറാം പോണോ മണിപ്പൂർ പോണോ? മണിപ്പൂരാണേലും കുഴപ്പമൊന്നുമില്ല. മിസോറാണേ തൊട്ടടുത്താണ് അല്ലേ? മണിപ്പൂരാണെങ്കിൽ ഇച്ചിരി കൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ദൂരം വല്ല കാര്യമില്ല, എല്ലാം അയലക്കംകാരാ. ഇവിടുത്തെ ഈ സുമോയ്ക്കല്ല ഈ കളറാ, ഈ മഞ്ഞ കളർ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. ഇവിടെ സർവീസ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എല്ലാ വണ്ടിക്കാരും കഴുകുന്നവരാ കേട്ടോ. ഇതുണ്ടോ ഒരു ബസ് കിടക്കുന്നുണ്ടോ? എനിക്ക് തോന്നി നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ. അല്ല, അതിന്റെ ഫ്രണ്ട് ആ സൈസ് അല്ല, ടാറ്റയുടെ വണ്ടിയാ. ഇന്നലത്തെ അതൊരു വ്യത്യസ്തമായ അതെ, എസി ലോറിയല് ബസ്സാക്കിയേക്കുന്നത്. ഇതെന്നാ എന്തോ പരിപാടി കേട്ടോ? ഷില്ലോങ്ങിലാന്ന് തോന്നുന്നു, അങ്ങോട്ട് പോന്ന സ്കൂളിലെ വല്ല പരിപാടിയാണോ? സ്കൂളിലെ അല്ല, സ്കൂൾ ബസ്സിന് പോന്ന. അവിടെ എന്തോ പരിപാടി ഉണ്ട് ഷില്ലോങ്ങില്. താഴേക്ക് നോക്കി എന്ത് രസമാണെന്ന് കാണാൻ. അവിടെ എല്ലാം മേഘാലയ തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ അതെല്ലാം മേഘാലയയുടെ ഭാഗങ്ങളാണ്. നമ്മളിനി ഇത് എങ്ങോട്ടാണോ ചെല്ലുന്നത്? എന്തോ ഒരു മേഘങ്ങളാന്ന് കണ്ടോ? മേഘാലയയിൽ പിന്നെ മേഘങ്ങളില്ലാതിരിക്കുവോ? മേഘാലയയിലേക്ക് കയറിയപ്പോൾ തൊട്ടേ നല്ല പഞ്ഞിക്കെട്ട് പോലത്തുള്ള മേഘങ്ങളും നല്ല നീലാകാശവും. ആ വണ്ടി ഈ സൈഡിൽ കൂടെ ഒക്കെ നിൽക്കുന്നേ, ഭയങ്കര ലോഡാ അതാ കയറ്റിയേക്കുന്നേ. വണ്ടിക്ക് എന്താ പറ്റി? അതാ വലിക്കാതെ നിൽക്കുകയാണോ? റോങ് സൈഡിൽ നിൽക്കുന്നത്. അതെ, ഇത് ആ സൈഡിലല്ലേ വരേണ്ടത്. പുരിയാങ് വില്ലേജ്, കുട്ട് വില്ലേജ്. അപ്പൊ ബസ്സിൽ കുറെ ആൾക്കാർ പോയില്ലേ? ബസ്സിന് മുമ്പ് ഒരു പിക്കപ്പ് പോയായിരുന്നു. അപ്പൊ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ വേറെ ആയിരുന്നു. അതാ എന്തോ പരിപാടിയാ. ചിലപ്പോൾ ഈ ഓരോ ട്രൈബൽസിന്റെ ഓരോ എന്തെങ്കിലും പരിപാടിയായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ ആയിരിക്കും. പാർട്ടിയുടെ അല്ലെന്ന് തോന്നുന്നു. ഒരു കൊടിയും വെച്ചിട്ടുണ്ട്. നല്ല ഇറക്കം ഇറങ്ങി ചെല്ലുന്നത്. ഉച്ചക്കേനോ ചോറും കറിയൊക്കെ വെക്കുന്നേ? അത് ശരിയാണല്ലോ. ഇന്നത്തെ കുക്കാരാ? ആർക്ക് വേണേലും വെക്കാം, പിന്നെ ആൾക്കൊന്നൊന്നും ഇല്ല. വന്നിട്ടും പോയിട്ടും ഞാൻ തന്നെ ഉള്ളു കുക്ക്. കറിയേ പയറോ പരിപ്പോ ഒക്കെ ഇരിപ്പുണ്ട്, വേണേ വെക്കാം. എന്നാലും വൈ. ഇവിടെ ഒന്നും കടകളൊന്നും കണ്ടുമില്ല ഇങ്ങോട്ടൊന്നും. കടകൾ കാണും, അങ്ങോട്ട് ചെല്ലുന്ന വഴിക്കാണും. നീ പോയി പറിച്ചോണ്ട് പോവാ, ഞാൻ പറിക്കാൻ വരത്തില്ല. പറിച്ചോണ്ട് വരുവാണെ തോരൻ വെക്കാം. ഇതല്ല, ഇതൊക്കെ അങ്ങോട്ട് പോകുന്നവരാ, ആ കൊടി വെച്ച് പോകുന്ന വണ്ടി. ആന്ധ്ര വണ്ടി വരുന്നത്, 2 വണ്ടി വരുന്നു. വിജയവാഡ വണ്ടി അത് EP16. ഇതുണ്ടോ ഗ്യാസ് വണ്ടിയുടെ നീളം കണ്ടോ? ബസ്സിൻ്റെ സൈസാണോ? അപ്പോൾ നമ്മൾ ഗാരോ ഹിൽസും ഖാസി ഹിൽസും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ യാത്ര ജയന്തിയ ഹിൽസിലൂടെയാണ്, വെസ്റ്റ് ജയന്തിയ ഹിൽസിലൂടെ. അങ്ങനെയല്ല, അത് എവിടെ NH44 എഴുതിയേക്കുന്നത്. അത് പഴയ നമ്പറായിരിക്കും ചിലപ്പം. ഇപ്പം NH44 ഇപ്പം 6 അല്ലേ? ഇപ്പം 6 ആണെന്ന് തോന്നുന്നു. ഈ NH44 ഇപ്പം കന്യാകുമാരി ശ്രീനഗറാ. വനിതാ ഡ്രൈവറെ കണ്ട് എല്ലാവരും നോക്കി നിൽക്കുക. എല്ലാ വണ്ടികളും പിന്നെ പതുക്കെ പോവുള്ളൂ, കയറ്റമായതുകൊണ്ട്. പ്രത്യേകിച്ച് ലോറികൾ. അവിടെ കുറച്ച് പേര് നോക്കി നിൽപ്പില്ലായിരുന്നോ? അപ്പം അവർ ഇങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, പേടിയാണല്ലോ ഓടിക്കുന്നത്, ആരാ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു. ഗുരുവാന്ന് പറയാൻ മേലായിരുന്നോ? ഗുരുവാന്നോ? രാവിലെ പള്ളി കുർബാന കൂടിയിട്ട് വന്ന ഒരു അമ്മച്ചിയും ഒരു കൊച്ചും കൂടി ഇങ്ങനെ നടന്നിങ്ങനെ നമ്മുടെ എതിരെ വരും. നമ്മള് കാപ്പി കുടിച്ചിട്ട് വണ്ടി കയറുമല്ലോ. ചേച്ചി ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോ പുള്ളിക്കാരി ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പോവാം. ഞെട്ടിപ്പോയി. പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ അവര് കാണുന്നില്ലല്ലോ. മെയിൻ ഡ്രൈവറെ കണ്ട് ഞെട്ടിപ്പോയോ? ഞാൻ ഞെട്ടാനുള്ള ഒരു സംഭവം ഉണ്ടോ? ഞെട്ടാനുള്ള ഒരു സംഭവം ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നോണ്ടാണ്. അതെ അതെ അതെ. ഇത് എതിലേ പോവും, എങ്ങനെ പോകും എന്നൊക്കെ ആയിരിക്കും അവര് ചിന്തിക്കുന്നത്. നമുക്കല്ലേ അറിയത്തുള്ളൂ. ഡ്രൈവിംഗ് ആ പിള്ളേർ ചെന്ന് ഈ പോകുന്ന വണ്ടി ഉണ്ടല്ലോ, ആന്ധ്ര വണ്ടിയാണ്. അത് വറ്റൽമുളക് ലോഡ്. വറ്റൽമുളക് പണ്ട് ഭയങ്കര പറ പോലെ കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന. ഇപ്പം നിയന്ത്രണം, ഹൈറ്റിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഹൈറ്റൊക്കെ കുറച്ചു. വെൽക്കം ടു വെസ്റ്റ് ജയന്തിയ ഹിൽസ് ഡിസ്ട്രിക്ട്. പിന്നെ ഒരു പിക്കപ്പ് വഴി കിടക്കുന്ന, അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞു. അതാ ഡീസലാണോ ഓടിഞ്ഞ? പച്ചക്കറി വണ്ടി എന്നാണ് ആക്സിൽ ഒടിഞ്ഞ.
എന്ന് പറഞ്ഞാലേ അതേ കയറ്റി വെച്ചേക്കുന്ന ലോഡ് എന്താ? ഡീസൽ എങ്ങനെ ഓടിയെന്ന്? കാരണം ചിലപ്പം ഡീസൽ ഒടിഞ്ഞും വണ്ടി കിടക്കാറുണ്ട്, പക്ഷെ ഇത് ആക്സിൽ ഒടിഞ്ഞാ. ഡീസൽ തീർന്ന് കിടക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഡീസൽ ഒടിഞ്ഞ് കിടക്കാന്ന് അറിയത്തില്ല ഇതുവരെ. ഈ ഡീസൽ ഒടിയും. ഇതിപ്പോ ആക്സിലാ ഒടിഞ്ഞേക്കുന്നത് അതിന്റെ. ഇപ്പൊ ആക്സിലാ ഓടിച്ചിരിക്കുന്നത്. മെയിൻ നട്ടലാണ് പോയിരിക്കുന്നത്. ആ പക്ഷെ ഈ പിക്കപ്പിന് ചെറുവണ്ടിക്കാ കൂടുതലും ഡീസൽ ഒടിയാറുള്ളത്. ഞാൻ പഠിച്ച കാലത്തൊന്നും ഈ സിലബസ് ഒന്നും ഇല്ല. നീ ഇത്ര നാളും വണ്ടി ഓടിച്ചിട്ട് അത് മനസ്സിലാകാന്ന് പറഞ്ഞ പിന്നെ എന്നാ പറയാ? പരിപാടിയൊന്നും നമുക്കില്ലായിരുന്നു. ഞങ്ങളെല്ലാം പക്കായിരുന്നു. ആണോ? ഇതുണ്ടോ, ഇത് നല്ലൊരു വളവാ കേട്ടോ. അവിടുന്ന് വരുന്ന വണ്ടി സിമെന്റിയാക്കി അടുക്കിയേക്കുന്നുണ്ടോ? ഇത് നല്ലൊരു കയറ്റോ. ഇവിടെ മിക്ക വണ്ടികളും വന്ന് വലിമുട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഒരു വണ്ടി അവിടെ നിൽപ്പുണ്ട്. എല്ലാ വണ്ടികളും ഹൈ ഗിയറിലേ കയറത്തുള്ളൂ. ആ വണ്ടിക്ക് എന്നാ പറ്റി അവിടെ കിടക്കുന്നത്? ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് പോയി. ആദ്യം കണ്ട വണ്ടി ആക്സിൽ ഒടിഞ്ഞു കിടന്നു. ഇങ്ങനെ ഈ പ്രദേശത്തേക്ക് വരുമ്പോഴേ ഇങ്ങനെ വണ്ടികൾ കുറച്ചൊക്കെ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവുകൊണ്ടും ഒക്കെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ വലിക്കാതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് ക്ലച്ചെന്ന് കാലൊക്കെ വലിച്ചാൽ ചിലപ്പം അങ്ങനെ വരുമ്പോൾ ആക്സിൽ ഒടിയുന്നതൊക്കെ. പിന്നെ ഗിയർ ബോക്സൊക്കെ അതുകൊണ്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഇത് ഈ പോകുന്ന വണ്ടി ത്രിപുര വണ്ടിയാണ്. TR01 ത്രിപുരയുടെ രജിസ്ട്രേഷനാണ് TR. എന്നാലും ഇത് നല്ലൊരു കയറ്റം കേട്ടോ. അതെ അതെ, പക്ഷെ നല്ല വീതിയുണ്ട് കേട്ടോ. ആ വീതിയുണ്ട്. റോഡ് ബ്ലോക്ക് ആകും. ഇന്നേ ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒറ്റ കടയില്ല, ഇതെല്ലാം അടച്ചിട്ടേക്ക. സൺഡേ ഹോളിഡേ. ഈ വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ആ വണ്ടിയുടെ ടയർ പഞ്ചറായി. അല്ലേ, ടയർ പഞ്ചറായ. ഇതെല്ലാം ഗ്യാസ് വണ്ടികളാണ്, ആസാം വണ്ടികളാണ് ഇതെല്ലാം. നോർത്ത് ഈസ്റ്റിലേക്ക് കൂടുതലും ഓടുന്ന ആസാം വണ്ടികൾ. ആസാമിൽ നിന്നാണ് മെയിനായിട്ട് എല്ലാ സാധനങ്ങളും പോകുന്നത്, ഗോഹട്ടിയിൽ നിന്ന്. അപ്പൊ ഇത് ഗുണ്ടൂരുള്ള വണ്ടിയാ. ഗുണ്ടൂർ ഞാൻ പറഞ്ഞില്ലേ വറ്റൽമുളകാന്ന് ഓടെന്ന് പറഞ്ഞില്ലേ? അഗർത്തലയ്ക്കാ ഞാൻ ഇപ്പോൾ സംസാരിച്ചു. വഴി കുറെ ഗാർഡ് സെക്ഷനൊക്കെ ആന്ന് പറഞ്ഞു. പോയാ മതിയല്ലേ? അപ്പൊ രാത്രിയിൽ ഓടുകയല്ലേ? രാത്രിയിൽ ഇല്ല 5-6 മണി വരെ ഓടുള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി ഒതുക്കുമെന്ന്. ഏതെങ്കിലും പമ്പിലോ ഡാബയിലോ ഒതുക്കും. അത് കഴിഞ്ഞ് പോവാം. അപ്പൊ ഇവരും അഗർത്തലയ്ക്ക് തന്നെയാ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. आपका नाम क्या जी? शेख जाफर बादशाह. हाँ गुंटूर मालूम है. हमको मालूम पड़ा ये अपना. हाँ ये लाल मिर्ची है ना माल. हाँ वो भी समझे. वो पहला बहुत हाइट बढ़ता था, अभी नहीं है. हाँ ओ डोरटी में खाली करके आए वापस. ओके हाँ. 2 ड्राइवर है क्या दोनों? हाँ आप സിംഗിൾ ഡ്രൈവറാ. ആളുടെ സ്വന്തം വണ്ടിയാ. അപ്പൊ പുള്ളി നമ്മളെ കണ്ടിട്ട് നിർത്തിയാ, നമ്മൾ വരാൻ വേണ്ടി നിർത്തിയായിരുന്നു. മൂക്കിൻഡൂർ വ്യൂ പോയിന്റ്, ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ഗവൺമെന്റ് ഓഫ് മേഘാലയ. നമുക്ക് നോക്കാം. നമ്മൾ വന്ന വഴികളൊക്കെ കാണാൻ കേട്ടോ. നമ്മളെ വന്ന വഴിയാ കാണുന്നത് കേട്ടോ. വണ്ടികൾ വരുന്നുണ്ടോ? ആ വഴിയിലാണ്, ആ വഴി കൂടെ നമ്മളിപ്പോ കയറി വന്നേ. അങ്ങ് അകലെ നോക്കി. ആ വഴി കൂടെ അതും നമ്മൾ വന്ന തന്നെ. അതെ, അതിന്റെ അപ്പുറത്തോട് നോക്ക്. അതുകൊണ്ട് ലോറികൾ പോകുന്നുണ്ടോ? അതിന്റെ അപ്പുറം കൊണ്ട് ഭൂമി തീരുവാന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങ് അകലെ വരെ കാണാം. കണ്ടോ ഇതുണ്ടോ? കാശ്മീർ വണ്ടിയാണല്ലോ. JK02. പോയേക്കാം കയറിക്കോ. ചാത്തണ്ണി 5 മണി 6 മണി കഴിഞ്ഞ വണ്ടി ഇവരാരും ഓടുകയല്ല. ആ ആന്ധ്ര വണ്ടിക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വിഷയമില്ല, നമ്മളോട് ഒരാളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതാ പറഞ്ഞേ, ഒരാളുണ്ടെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചാ ആരാന്നൊക്കെ ചോദിച്ചു. പ്രശ്നം നമുക്ക് വൈകുന്നേരം ഓടി കഴിയുമ്പോ അറിയാം. നമ്മളൊന്ന് സിംഹത്തിനെ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് എടുത്തിരുന്നു. അതെ, 5 മണി കഴിഞ്ഞാൽ സിംഹത്തിന് ഉറങ്ങാം, പാല് കുടിച്ച് സാധാരണ സിംഹങ്ങളൊക്കെ ഇറച്ചി അതിന്, ഈ സിംഹം പാലാണ് കുടിക്കുന്നത്. പാല് കുടിക്കുന്ന സിംഹമാ. ഞാൻ ഇച്ചിരി വെച്ച ഇന്ന് നമുക്ക് കൂടുതലൊന്നും ഓടിക്കണ്ട, ഒരു 12 മണി വരെ ഓടിച്ചാൽ മതി രാത്രി. അതെ, അപ്പം പിന്നെ 6 മണിക്കൂറാണ് മാംസം. അല്ല 6 മണി തൊട്ട് നീ 12 വരെ നീ ഓടിച്ചോ. അന്നേരം പ്രശ്നം. 6 മണി വരെ ഓടിക്കാം. ആ പുള്ളി പറഞ്ഞാൽ 2-3 ദിവസത്തോടെ എടുക്കും. ഇനിയും ആ പടം 400 കിലോമീറ്ററും കൂടെ ഉള്ളു ഈ വഴിക്ക് പോകുമ്പോ.
മേഘാലയ കയറിയ പിന്നെ അധികം ലോറികളെ കാണുന്നില്ല. ഇങ്ങോട്ട് കയറിയപ്പോ ഇഷ്ടം പോലെ ഇത് ലോറി. മേഘാലയ അതാ അവിടെ വെച്ച് കാണാത്തതെന്ന് വെച്ചാൽ നമ്മളത് മെയിൻ ഹൈവേ കൂടെ അല്ലല്ലോ വന്നേ. ആ ഒരു വണ്ടി ഉണ്ടോ, ഏതോ വണ്ടിയുടെ പുറകിലിരിക്കുകയോ എന്തോ ചെയ്താ ക്യാബിൻ തീർന്നു പോയി. ഇപ്പൊ ഷില്ലോങ്ങിലേക്കാട്ടിലും ഇച്ചിരൂടെ ഇങ്ങോട്ട് ചൂടുണ്ട്. നമ്മള് മലയെല്ലാം ഇറങ്ങി താഴെ വന്നു. താഴെ വന്ന് പറഞ്ഞാൽ ഒത്തിരി താഴെ വന്നില്ല, കുറച്ച്. ഇത് കണ്ടോ, ഇതെല്ലാം പന്നിയിറച്ചിയും കോഴിയിറച്ചിയും മീനും ഉണ്ടല്ലേ. ഈ കോഴി ജിമ്മിൽ പോയിട്ട് വന്നതാന്ന് തോന്നുന്നു. കോഴിയെല്ലാം ഇവര് കൊന്നു ഇങ്ങനെ കെട്ടി തൂക്കിയിടും. ജിന്ദാ കോഴിയെ കിട്ടുകയല്ലേ? ജിന്ദാ മുറുകി മിൽനൊക്കെ മുസ്കല്ലേ. ഇതുണ്ടോ, എത്ര ഇതുണ്ടോ, കൊന്നിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്ക. ഈ ആ വീടുകളൊക്കെ കണ്ടോ, ഒത്തിരി പഴക്കമുള്ള വീടല്ല, ഇതെന്തോ ഗവൺമെന്റ് ഓഫീസുകളാ. ഇത് ഇങ്ങോട്ട് നോക്കി, ഇതല്ല അതേതുണ്ടോ, അതെല്ലാം ഗവൺമെന്റ് ഓഫീസുകളാണ്. പക്ഷെ കാണാനൊരു രസമുണ്ട്. ഒരു പഴമ പറയുന്നുണ്ട്. ഒരു കല്ല് വെച്ച് പെയിന്റ് ചെയ്ത് വെച്ചേക്കുന്നു. സർവേക്കലിന് വീഴാൻ. ഉംലോങ് വില്ലേജ്. അവരെ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നോ? അവര് ആന്ധ്രായിൽ നിന്ന് ഇവിടെ വന്നിട്ട് പോകുമ്പം 25 ദിവസമൊക്കെ എടുക്കും. തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പം കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ എത്ര ദിവസം കൊണ്ട് ചെല്ലും? അതാണ്. പിന്നെ അവര് സിംഗിൾ ഡ്രൈവറാണ്, പുള്ളിയുടെ സ്വന്തം വണ്ടിയാണ്. കിടന്നുറങ്ങിയൊക്കെയാ പോകുന്നത്. രാത്രിയിലോട്ട് ഓടുകയല്ല, ചിലപ്പോഴൊക്കെ ഓടുകയുള്ളെന്ന് പറഞ്ഞു. മുഖ്ല വില്ലേജ്. മേഘാലയയുടെ ഈ ഏരിയ ഒക്കെ ഇച്ചിരൂടെ പുരോഗമിച്ച ഏരിയയാണ്. അതെ, ഷില്ലോങ് തൊട്ട് ഇങ്ങോട്ടല്ല. ഷില്ലോങ് അതിന് ദൂരം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കുറച്ച് ഡെവലപ്ഡ് ഏരിയ. പിന്നെ ഇതൊരു മെയിൻ ഹൈവേ അല്ലേ. അതെ. നമ്മളെ ജോവായി എത്തി. നമ്മൾ അന്ന് മറ്റേ താറും കൊണ്ട് വന്നപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ഇറങ്ങി ഇവിടെ വരെ വന്നായിരുന്നു, ഈ ഹൈവേയിൽ. അന്നേരം നമ്മൾ ഇവിടെ നിർത്തിയപ്പോൾ ഇങ്ങനെ വണ്ടികളെല്ലാം ഇങ്ങനെ വരുന്ന കണ്ടായിരുന്നു, ലോറികൾ. അപ്പോഴേ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയ ദൗക്കി റിവർ ഒക്കെ കാണാൻ പോകാം. നമ്മളന്ന് ദൗക്കി പോയിട്ടാണ് ഇതുവഴി വന്നത്. സിൽച്ചാർ 154 കിലോമീറ്റർ, ഐസ്വാൾ 320, അഗർത്തല 393. ഐസ്വാളോടെ പോയാലോ? പോയേക്കാം, പാ. അവിടെ ഒരു ലേക്കുണ്ട്. ടൂറിസ്റ്റുകൾ ഈ ഒരു സമയത്ത് ഇവിടെ കുറവാന്ന് തോന്നുന്നു. അതെ അതെ. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. കൈ കാണിച്ചെന്ന് തോന്നുന്നു. നിർത്തണം. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മാഡം ഓടിക്കണമെന്ന് കാണണം. അപ്പം ഇനി കുറച്ചു നേരം ഞാൻ തന്നെ തേര് തെളിക്കാം. ഓടിച്ചോ. ഇനിയിപ്പോൾ അല്ലെങ്കിലും 6 മണി കഴിഞ്ഞ് മൊത്തം ഇപ്പം നമ്മുടെ ചാത്തൂരിനെ ഓടിക്കേണ്ടതല്ലേ, അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കാൻ സ്ഥലം. രാവിലെ ഒരു റെസ്റ്റ് ആണ്. അല്ല, ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്ന ഡ്യൂട്ടിയിലോട്ട് കയറാന്ന് വിചാരിക്കുമ്പോൾ ഇതേപോലെ പോലീസുകാർക്ക് മെയിൻ ഡ്രൈവർ വണ്ടി ഓടിച്ച് കാണിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ? ജോലി ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. പക്ഷെ എന്താ ചെയ്യാ, ഒരു കാര്യം ചെയ്യാം, ഉച്ചക്ക് കുക്ക് ചെയ്യിക്കാം. നീ പറ്റുന്ന പണിയൊക്കെ കൊടുക്കാം വേറെ. ഞാനേ ഒരു തമാശ പറഞ്ഞ, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അറിയാൻ വയ്യാത്ത ഒരു പണിയില്ല. സകലകലാ വല്ലഭൻ. അതെ. മോളിൽ കൂടെ ഞാൻ എടുത്ത റെയിൽവേ ലൈനായിരിക്കുന്നു. അപ്പോൾ അതിലൊരു കാറ് പോയി, വേറൊരു റോഡാ. വഴിയൊക്കെ മോശമായിട്ട് വരുന്നു. ഇതുണ്ട്, ഇതുപോലെ ഇത് ദാബയാന്ന് തോന്നുന്നു. ഇതുപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് വഴിയിൽ ദാബയിലൊക്കെ. ഇവിടെ എല്ലാം വണ്ടിക്കാർ രാത്രി ആകുമ്പോഴത്തേനും വണ്ടികളെല്ലാം കയറി നിറയും. ഇവിടെ ആണ്ട് ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാ വണ്ടി ഇതിലെ കയറിയാണ് പോകുന്നത്. ഇവിടെ നിർത്താം, എന്നാന്ന് ചോദിക്കാം. ഇവിടെ വേബ്രിഡ്ജ് ഉണ്ട്, അവിടെ കയറി തൂക്കി പോകണമെന്ന് തോന്നുന്നു. അവിടെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇത് മേഘാലയയുടെ ആർടിഒ ചെക്ക് പോസ്റ്റാണ്. വേബ്രിഡ്ജ് കയറി തൂക്കത്തിൻ്റെ പൈസ കൊടുത്തിട്ട് ബില്ലൊക്കെ കൊണ്ട് കാണിക്കണം. ഇപ്പം മേഘാലയയുടെ ആർടിഒ ചെക്ക് പോസ്റ്റ് പാസ്സായി. അവിടെ ഒരു ബോർഡോ ഒന്നുമില്ല, ഒരു ഗ്രൗണ്ട് മാത്രം. ചെക്ക് പോസ്റ്റ് ആണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ നേരെ അങ്ങ് പോകുന്നായിരുന്നു. അന്നേരം പിന്നെ അവർ അടുത്ത് കൈ കാണിച്ച് വിളിച്ചു, ഇതിലേ വരണമെന്ന് പറഞ്ഞു. ബോർഡുണ്ടെങ്കിൽ ബാക്കി എല്ലായിടത്തും നമുക്ക് ആർടിഒ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതി വയ്ക്കും. അത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയാൽ മതി. നമ്മൾ മുമ്പേ കണ്ട ആന്ധ്ര വണ്ടിയാണ്. അവർ ഫുഡ് വയ്ക്കാൻ വേണ്ടി നിർത്തിയാ. പുള്ളി വിളിച്ചായിരുന്നു തന്നെ. അതെ, ഒരോണം കഴിക്കാൻ അടയൊക്കെ തേച്ച് വിശക്കാൻ തുടങ്ങും. ഞാൻ ഓർത്തേ ഈ അട എനിക്ക് മാത്രമേ മൈലേജ് ഇല്ലാതിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർന്നായിരുന്നല്ലേ? അല്ല, ഇന്ന് നേരത്തെ സമയം എത്രയായി? സമയം 12:15 ആയുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ കഴിച്ചില്ലേ ഇന്ന്? അതെ. മേഘാലയയിലെ എവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്കൊന്നും യൂണിഫോം ഇല്ലല്ലോ. ആർക്കും ഇല്ല, പോലീസുകാർക്കും ഇല്ല. എല്ലാം സാധാരണ അവിടെ നിൽക്കുന്ന സാധാരണ നാട്ടുകാരെ പോലെ ഉള്ള ഡ്രസ്സ് കിട്ടാ എല്ലാവരും നിൽക്കുന്നത്. ഇതെവിടെ ചെക്ക് പോസ്റ്റ് വേറെന്തോ കണ്ട ചാടി. അവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, ഫാമിലി മെമ്പേഴ്സ് ആണ്.
വിളിച്ചത് കേട്ടായിരുന്നു ആ ആന്റീന്ന്. ഇവർക്ക് മാത്രമേ ഇച്ചിരി വിളും വിലാഴ്ചയുള്ളൂ. ആന്റിന്ന് വിളിച്ചാണോ കുഴപ്പം? ആ ഒരു ബഹുമാനം കൊണ്ട് വിളിച്ചാ മോളെന്നല്ലേ വിളിച്ച ഇവിടെ വന്നപ്പോ ആന്റീന്നായി. ആ അത് എനിക്കതിലും കുഴപ്പമൊന്നുമില്ല. കരയണ്ട. ഞാൻ പൊടിയല്ലേ. വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, അതുകൊണ്ട് അത്രയും പൊടി. എവിടെയല്ലേ ഒതുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെറുതായിട്ട് വെച്ച് കഴിക്കാം. അതെ, അല്ല മരത്തണ്ടല് കാണണം. മരത്തണൽ ബുദ്ധിമുട്ടായിരിക്കും. എവിടെയെങ്കിലും വണ്ടിയുടെ നിഴലിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. വണ്ടിയുടെ നിഴലേ ഉച്ചയായി, ഇനിയിപ്പോ നിഴലൊന്നും മതിയില്ല. സൈഡിലേക്ക് കിട്ടാൻ സാധ്യതയില്ല. മേഘങ്ങളെ കുറച്ചു നേരം ഈ വെയിലിനെ ഒന്ന് സൂര്യനെ മറിഞ്ഞിരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. ഇവിടെ എന്തോ ഒരു പൈപ്പ് അടുക്കിയേക്കുന്നുണ്ടോ? പൈപ്പിന്റെ ഗോഡൌണാ. ഇത് ലാലോങ് എന്ന് പറഞ്ഞൊരു വില്ലേജാ, ടൂറിസ്റ്റ് വില്ലേജ് എന്ന് അവിടെ ചോദിച്ചിട്ടുണ്ട്. ലാലോങ് പാർക്ക്. ഇപ്പോഴാണെ സൂര്യനൊന്നും മങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. മങ്ങിയെന്ന് പറഞ്ഞാൽ എപ്പോഴാ പൂർവാധികം ശക്തിയോടുകൂടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കട്ടിലുണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? ഇവിടുത്തെ അത് അടിക്കുക കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ആ, ഗവൺമെന്റ് ഓഫ് മേഘാലയ, ജയന്തിയ ഹിൽസ്, വെസ്റ്റ് ജയന്തിയ ഹിൽസ്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ. എവിടെയും ടോളുണ്ട് കേട്ടോ. ഈ ട്രിപ്പ് നമ്മളെ അധികം ടോൾ ഇല്ലാത്ത വഴികളിൽ കൂടിയല്ലേ വന്നത്? കൂടുതലും ടോളില്ലാത്ത വഴി കൂടെ വന്നേ. ടോള് ഇങ്ങോട്ട് വന്നതിന് ടോൾ കുറവായിരിക്കും, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ടോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ടോൾ കുറവാണെങ്കിൽ അതിനൂടെ ഡീസലായിട്ടുണ്ട്, ഡീസൽ കൂടുതലായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ടോൾ കൊടുക്കുന്ന ലാഭം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, NH6. ടോൾ എത്രയാണെന്ന് അറിയത്തില്ല, ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഒരു ക്രെയിൻ മറ്റൊരു ക്രെയിനെ പൊക്കി നിർത്തിയേക്കുന്നു. എനിക്ക് ആ കാറിൽ എത്ര പേരാന്ന് അകത്തും പുറത്തും ഒക്കെ. മാരുതി 800-ലും ആൾട്ടോയിലും ഒക്കെ 8-10 പേരായി കയറുന്നത്. അത് കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ഓഫ് മേഘാലയ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോയിന്റ് കം വേ ബ്രിഡ്ജ്. ഇത് അടച്ചാന്ന് തോന്നുന്നു. നല്ല മഴക്കാറ് കാണുന്നുണ്ട്. മഴ പെയ്യുമായിരിക്കും ഉച്ച കഴിഞ്ഞ്. ഇവിടെ അല്ല, ഭയങ്കര പൊടിയാണ്. ഇവിടെ നിർത്താൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഇച്ചിരി ഈ ടൗൺ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്തി നമുക്ക് എന്തായാലും ചെറുതായിട്ട് കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ മഴ പെയ്താൽ പണിയാകും കേട്ടോ. അവിടെ നാടൻ കോഴി, എന്നാൽ വൈകുന്നേരം അത് കറി വെച്ചേക്കാം അല്ലേ? എന്നാൽ മേടിക്കാം. വണ്ടി എടുത്തോട്ടോ, ഞാൻ അപ്പുറത്ത് മേടിച്ചോണ്ട് വരാം. അപ്പോൾ കോയുടെ വണ്ടി കൊടുത്തു വിട്ടു. ഇവിടെ നിർത്താൻ പറ്റുമല്ലോ, അപ്പുറം മാറ്റി നിർത്താൻ പറയാം. നമുക്കത് നോക്കാം. രാവിലെ തൊട്ട് നോക്കിയിട്ട് അധികം കടകളൊന്നും കാണുന്നില്ലായിരുന്നു അല്ലേ? ഇപ്പം മേടിച്ചോണ്ട് പോയില്ലേ, പിന്നെ കട കണ്ടില്ല എന്നെ ചെയ്യും. മട്ടനുണ്ട്, നാടൻ കോഴിയുണ്ട്, പോർക്കുണ്ട്, ബോയിലർ കോഴിയുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. നമുക്ക് കോഴി മേടിക്കാം. നാടൻ കോഴി കറി വെച്ചിട്ട് കുറേ നാളായില്ലേ? അതെ അതെ. പന്നിയെ കട്ട് ചെയ്തോണ്ടിരിക്കുക. പന്നിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അതെ അതെ. കട്ട് ചെയ്തില്ലേ? ഇപ്പൊ കട്ട് ചെയ്ത് ആ പന്നിയുടെ കരള ഇപ്പൊ അതേ അവിടെ കൊണ്ട് നോക്കിയിട്ട് കരളും പതപ്പ എല്ലാം കൂടെ. കോഴിക്കൊക്കെ ഭയങ്കര വിലയാണ്. നാടൻ കോഴിക്ക് ഒരെണ്ണം 750 രൂപ, രണ്ടെണ്ണം 1500 രൂപ. കൂടി 2 കിലോ പോലും കാണുമെന്ന് തോന്നില്ല. ഇതേ ഇപ്പം കൊണ്ട് ഇനിയും കറി വെക്കാൻ നിന്നാൽ വണ്ടി ഓടുകയല്ല. നമുക്ക് വൈകുന്നേരം കറി വെക്കാവേ. ഇപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടങ്ങ് പോകാം. അപ്പോഴേ അത് കട്ട് ചെയ്തല്ലേ കിട്ടുന്നത്. അതിലോട്ട് കുറച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചാൽ മതി. ഈ കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞപ്പൊടി തിരുമ്മി വെച്ചാൽ മതി. ഉണ്ടാക്കാൻ നേരം കഴിയാൻ മതി. പിന്നെ കഴിയണ്ടേ? അല്ല, ഉണ്ടാക്കാൻ നേരം കഴിയണം. അല്ല, AC-ക്കകത്ത് വെച്ചാൽ മതി, കഴുകി റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ കുഴപ്പമില്ല. ഏകദേശം നമ്മുടെ പ്രാർത്ഥന പോലെ വെയിലൊന്നും ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യും മിക്കവാറും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് ബ്രെഡ്, കുറച്ച് പച്ചക്കറി എല്ലാം കൂടെ കഴിക്കാം. നമ്മൾ എളുപ്പമുണ്ട്. നമ്മളെ കുറച്ച് ദിവസം മുമ്പ് മേടിച്ച കുറച്ച് കുക്കുംബറും ക്യാരറ്റും തക്കാളിയൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ശകല ഉപ്പുമൊക്കെ ഒഴിച്ച് ഒരു സാലഡ് പോലെ ആക്കാം. അപ്പോഴേ പണി പാളിയ ലക്ഷണം. അതേ മഴ ചാറാൻ തുടങ്ങി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അകത്തെടുത്ത് വെക്കാം. അപ്പോൾ അതേ കുക്കിങ് നമ്മൾ അകത്തേക്കാക്കി, ക്യാബിൻ്റെ അകത്തേക്ക്. മഴ ചതിച്ചു. ചൂട് പോകുന്നതിന് മുമ്പേ വേഗം കഴിച്ചു കേട്ടോ. വെജിറ്റബിൾ വേണ്ടേ? വെജിറ്റബിൾ കൂട്ടി കഴിച്ചേക്കാം. കുറച്ച് വെജിറ്റബിളൊക്കെ ഉള്ളിലേക്ക് ചെല്ലട്ടെ. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മുടെ വൈകിട്ടത്തെ കുക്കിങ്, ചിക്കൻ കറി, പിന്നെ നമ്മുടെ ത്രിപുര യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.